എറണാകുളത്ത് വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിച്ചു നൽകുന്ന മുഖ്യ കണ്ണി പിടിയിൽ. അസം സ്വദേശി റബിൻ മണ്ഡലാണ് പിടിയിലായത്. ഭായ് കോളനിയിൽ നിന്നും കഴിഞ്ഞ ദിവസമാണ് ഇയാളെ പിടികൂടിയത്. 9 കിലോയിലധികം കഞ്ചാവും പിടികൂടി. താമസ സ്ഥലത്ത് പ്ലാസ്റ്റിക് ചാക്കിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. അമൽ ചേരുന്നു. അമൽ, വിശദാംശങ്ങൾ. ഷമി, എറണാകുളം ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ വലിയ തോതിൽ കഞ്ചാവ് വിതരണം ചെയ്യുന്ന ആ ഒരു സംഘത്തിലെ പ്രധാന കണ്ണിയാണ് നിലവിൽ പിടിയിലായിരിക്കുന്നത്. അസം സ്വദേശിയായ റോബിൻ മണ്ഡലിനെയാണ് കഴിഞ്ഞ ദിവസത്തോടു കൂടി തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹത്തെ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധന ഏറ്റവും ഒടുവിലായി ഇദ്ദേഹം താമസിക്കുന്ന ഇടങ്ങളിലേക്ക് നടക്കുകയായിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളിലായി ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികളിലേക്ക് ഇത്തരത്തിൽ കഞ്ചാവ് എത്തുന്നു എന്ന രീതിയിലുള്ള കേസുകൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുകയായിരുന്നു. ഇതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ചില വിദ്യാർത്ഥികളെ ലഹരി വസ്തുക്കളുമായി പിടികൂടിയിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ഇത്തരത്തിൽ റോബിൻ മണ്ഡൽ എന്ന ആളിൽ നിന്നുമാണ് ഇവർക്ക് ലഹരി പദാർത്ഥങ്ങൾ എത്തുന്നത് എന്ന് മനസ്സിലാക്കുകയും ഈ അന്വേഷണ സംഘം വിവിധ സ്ക്വാഡുകളായി തിരിഞ്ഞുകൊണ്ട് പരിശോധന നടക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ ബായി കോളനിയിലേക്ക് പരിശോധന എത്തുകയും ഈ ബായി കോളനിയിൽ വെച്ചാണ് റോബിൻ മണ്ഡലിനെയും ഒപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ കൂട്ടാളിയെയും പിടികൂടിയിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹം താമസിച്ച ഇടത്തു നിന്നും 9 കിലോ കഞ്ചാവും പിടികൂടിയിരുന്നു. പ്ലാസ്റ്റിക് ചാക്കുകളിലും ഒപ്പം തന്നെ ചെറിയ പൊതികളിലുമായിരുന്നു ഈ കഞ്ചാവുകൾ ഇദ്ദേഹം താമസിക്കുന്ന ഇടത്ത് ഉണ്ടായിരുന്നത്. അവയും പിടികൂടിയിട്ടുണ്ട്. ഒപ്പം തന്നെ 500 രൂപ 1000 രൂപ എന്ന തോതിലാണ് വിദ്യാർത്ഥികളിലേക്ക് ഇത്തരത്തിൽ ഈ കഞ്ചാവ് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പെരുമ്പാവൂരിൽ ഇത്തരത്തിൽ അതിഥി തൊഴിലാളികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിലവിൽ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ഓപ്പറേഷൻ ക്ലീൻ പെരുമ്പാവൂർ എന്ന രീതിയിലാണ് നിലവിൽ ഈ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ ഈ അതിഥി തൊഴിലാളികൾക്കടക്കം ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങളും നിലവിൽ നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അത്തരത്തിൽ ആ ഓപ്പറേഷൻ വിജയകരമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. ഒപ്പം തന്നെ പരിശോധനകളും നിലവിൽ എറണാകുളം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ശക്തമാക്കിയ ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. ഷമി, അമലാണ് വിശദാംശങ്ങൾ നൽകിയത്.